എറണാകുളം പാരിയത്തുകാവ് കുടിയൊഴിപ്പിക്കലുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ ഇന്നും മന്ത്രിയുടെ നേതൃത്വത്തിൽ യോഗം. കളക്ടറേറ്റിൽ രാത്രി 8 മണിക്കാണ് മന്ത്രി റോജി എം ജോൺ യോഗം വിളിച്ചത്. സമരസമിതി പ്രവർത്തകരും താമസക്കാരും സ്ഥലമുടമകളും യോഗത്തിൽ പങ്കെടുക്കും. തർക്കം ഭൂമിയുടെ ഏതെങ്കിലും ഒരു ഭാഗത്ത് 5 സെന്റ് സ്ഥലം 7 താമസക്കാർക്കായി പതിച്ചു നൽകാനാണ് ഉടമകളോട് സർക്കാർ ആവശ്യപ്പെട്ടത്. ഇതിൽ സ്ഥലമുടമകളായ കണ്ണാട്ട് കുടുംബം ഇന്ന് തീരുമാനം പറയും. നവമി വിശദാംശം. ഹരി, കണ്ണാട്ട് കുടുംബം രാവിലെ 11 മണിക്ക് ഈ തർക്കഭൂമി സന്ദർശിക്കും. അതിനുശേഷം ഈ ഭൂ ഉടമകളുമായി അവർ സംസാരിച്ച ശേഷമായിരിക്കും രാത്രിയുള്ള യോഗത്തിൽ അവരുടെ അന്തിമ തീരുമാനം അറിയിക്കുക. മന്ത്രി റോജി എം ജോണിന്റെ നേതൃത്വത്തിലാണ് ഈ യോഗം ചേരുന്നത്. മന്ത്രിക്കാണ് അതിന്റെ ചുമതല. എറണാകുളം ജില്ലയുടെ ചുമതല കൂടിയുള്ള വ്യക്തിയാണ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയായിട്ടുള്ള റോജി എം ജോൺ. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന യോഗത്തിലായിരിക്കും ഇന്ന് ഈ പ്രശ്നം പരിഹരിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് തന്നെ എത്തിയെന്ന് നമുക്ക് പറയേണ്ടി വരും. ഈ 7 കുടുംബങ്ങൾക്ക് ഈ തർക്കഭൂമിയിലെ തന്നെ 5 സെന്റ് വീതം വീതിച്ച് നൽകിയതിന് ഒടുവിൽ അവിടെ സർക്കാർ തന്നെ വീട് വെച്ച് നൽകും എന്നൊരു ധാരണയാണ് ഇപ്പോൾ സർക്കാർ എത്തി നിൽക്കുന്നത്. എന്നാലും ഇതിനോട് ഒരു അനുകൂലമാകുന്ന നിലപാട് തന്നെയാണ് ഭൂ ഉടമകളും അതോടൊപ്പം തന്നെ അവിടെ താമസക്കാരും പറയുന്നത്. അവർക്കും അത് അംഗീകരിക്കാം. പക്ഷേ ചില നിബന്ധനകളും അവർ മുന്നോട്ട് വെക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും ഇന്ന് രാത്രി 8 മണിക്ക് നടക്കുന്ന യോഗത്തിന് ശേഷം ഇതിലൊരു തീരുമാനമുണ്ടാകും. പ്രത്യേകിച്ച് CPM അടക്കം വലിയ വിവാദമാക്കിയിരിക്കുന്ന സാഹചര്യത്തിൽ, വലിയ രാഷ്ട്രീയ ആയുധമാക്കി എടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ തന്നെയാണ് ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് സർക്കാർ എത്തുന്നത്. എത്രയും വേഗം പ്രശ്നം പരിഹരിക്കുക എന്നത് തന്നെയാണ് സർക്കാരിന്റെ ഉദ്ദേശം. പ്രത്യേകിച്ച് അന്ന് കുടിയൊഴിപ്പിക്കാൻ ചെന്ന ദിവസം ആഭ്യന്തര വകുപ്പിന്റെ പോലീസിന്റേതായിട്ടുള്ള നടപടിയിൽ വലിയ വിമർശനമായിരുന്നു ആഭ്യന്തര മന്ത്രിക്ക് ഉൾപ്പെടെ ഉണ്ടായിരുന്നത്. ആ ഒരു സാഹചര്യത്തിൽ തന്നെ ഇനിയും ഇത് നീട്ടിക്കൊണ്ടു പോകാതെ എത്രയും വേഗം ഇരു കൂട്ടർക്കും സമ്മതപ്രകാരം അല്ലെങ്കിൽ ഇരു കൂട്ടർക്കും സമ്മതിക്കുന്ന രീതിയിലേക്ക് ഇക്കാര്യങ്ങൾ മുന്നോട്ട് പോകാമെന്നാണ് സർക്കാരിന്റെയും തീരുമാനം. ഹരി, കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.